ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാം, അതായത് രുചികരമായ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കിയാലോ. കടയിൽ നിന്നും പോപ്കോണിൻ്റെ മിക്സ് വാങ്ങിച്ച പാക്കറ്റ് കൊണ്ടല്ല കേട്ടോ, ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചോളം വെച്ച് ഉണ്ടാക്കുന്ന പോപ്കോണാണ്. ഈസിയാണ്, ഇതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചോളത്തിൻ്റെ പാക്കറ്റാണ്. ഇത് സാധാരണ ചോളമാണ്. ഈ 1 കിലോയുടെ പാക്കറ്റിന് 130 രൂപയാണ് കേട്ടോ വില. പക്ഷേ നമ്മൾ ഈ ഒരു പാക്കറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 500 രൂപയുടെ മുകളിലുള്ള പോപ്കോൺ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം എടുക്കാം. അതിനകത്തോട്ട് ഈ ചോളം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/2 ഗ്ലാസ് ചോളം മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് പാം ഓയിൽ ഒഴിക്കുകയാണ്. ഇത് കുറയാൻ പാടില്ല കേട്ടോ, എണ്ണ കുറയാൻ പാടില്ല. തീർച്ചയായിട്ടും ഇത് മൊത്തവും നമ്മുടെ ഈ ചോളം മുഴുവനും ഒന്ന് പെരളുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ കുറവാണെങ്കിൽ നമ്മുടെ എല്ലാ ചോളവും പോപ്കോണായിട്ട് നല്ലപോലെ പൊട്ടി വരത്തില്ല. ഏറ്റവും അടിയിൽ കുറേ ഇങ്ങനെ കല്ലുപോലെ കിടക്കും, നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഏറെ എണ്ണയിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കേണ്ടതാണേ. നമ്മൾ എടുക്കുന്ന ചോളത്തിനനുസരിച്ച് വേണം എണ്ണ ഒഴിക്കാനേ. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ ചിക്കൻ മസാല ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, ചിക്കൻ മസാല മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതായത് 2 സ്പൂൺ ചിക്കൻ മസാല ഇത്രയും അളവിന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി വേണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാ ചോളത്തിലും നമ്മുടെ അരപ്പെല്ലാം ചേരുന്ന രീതിയിൽ, മിക്സ് ആകുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിൽ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നമുക്കിത് ഡയറക്റ്റ് കുക്ക് ചെയ്ത് പോപ്കോണായിട്ട് എടുക്കാവുന്നതാണ്. കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ വാഷർ ഊരി മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് കൂടെ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ചോളം നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തുള്ളേ. തീ കത്തിച്ച് 1-2 മിനിറ്റ് ഈ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോളം നമുക്ക് ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കുക്കർ നന്നായിട്ടിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചോളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും നേരം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി കുക്കറിനെ ഒന്ന് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാവേ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോണ് പൊട്ടാൻ തുടങ്ങും. ആദ്യം 1-2 പൊട്ടത്തുള്ളൂ. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ സൗണ്ട് ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ. വീഡിയോയിലിപ്പോൾ ചോളം പൊട്ടുന്ന സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം എല്ലാ ചോളവും ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പോപ്കോൺ ഏതവസ്ഥയിലായെന്ന് ഒരു പിടിയും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൂടെ 1-2 ഒക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും നല്ല മണമുണ്ട് പോപ്കോണിൻ്റെ. അടിപൊളിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയാലോ. ഒരു 1/2 കപ്പ് കോൺ ഉപയോഗിച്ച് നമ്മൾ ഒരു പാത്രം നിറച്ച് പോപ്കോൺ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടോടെ നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ട് കേട്ടോ. സത്യമായിട്ടും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോപ്കോണിനെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല സന്തോഷമുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.